2020 ഓഗസ്റ്റ് 7 കേരളത്തിന് മറക്കാനാവാത്ത കരിപ്പൂർ വിമാന ദുരന്തം നടന്നിട്ട് 5 വർഷം തികഞ്ഞു. 190 പേരുമായി ദുബായിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെടുകയായിരുന്നു. കോവിഡ് കാലത്തെ ആശങ്കയിലായ പ്രവാസികൾ പ്രതീക്ഷയോടെ നാട്ടിലേക്ക് തിരിച്ചതാണ്. ആ യാത്ര പക്ഷേ സുരക്ഷിതമായിരുന്നില്ല. 2 പൈലറ്റുമാരും 19 യാത്രക്കാരും ഉൾപ്പെടെ 21 പേരാണ് മരിച്ചത്. 169 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. IX-1344 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കനത്ത മഴയിൽ റൺവേ കാണാതെ 2 വട്ടം പറന്നുയർന്നു. റൺവേയിൽ നിന്ന് തെന്നിമാറി വിമാനം 35 മീറ്ററോളം താഴേക്ക് വീണു. വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർത്ത് വിമാനത്തിന്റെ മുൻഭാഗം പുറത്തേക്ക് വന്നു. 4 ക്യാബിൻ ക്രൂ ഉൾപ്പെടെ 190 പേരുണ്ടായിരുന്ന വിമാനത്തിലെ മിക്ക ആളുകളും ജീവിതത്തിലേക്ക് തിരികെ എത്തി. അതിന് കാരണം അന്നത്തെ മഹാരക്ഷാപ്രവർത്തനം തന്നെ. ലോകം മുഴുവൻ കോവിഡിന്റെ ആശങ്കയിലൂടെ കടന്നുപോയ കാലമായിരുന്നു അത്. കോവിഡും ക്വാറന്റൈനും എല്ലാം മറന്ന് മലയാളികൾ ഒറ്റക്കെട്ടായി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. കനത്ത മഴയായിരുന്നു അന്ന്. കോരിച്ചൊരിയുന്ന മഴയെയും കോവിഡ് ഭീതിയെയും മറികടന്ന് നടത്തിയ രക്ഷാപ്രവർത്തനം വലിയ ചർച്ചയായിരുന്നു. 3 പിളർന്ന വിമാനഭാഗങ്ങൾക്കിടയിൽ ജീവന് വേണ്ടി നിലവിളിക്കുന്ന കുറേ മനുഷ്യർ, യാത്രക്കാരെ ചേർത്തുപിടിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന മലയാളികളുടെ ചിത്രം ആരും മറക്കാനിടയില്ല. എല്ലാം മറന്നവർ രക്ഷാപ്രവർത്തനത്തിനിറങ്ങി. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ എല്ലാ ആശുപത്രികളിലും പരിക്കേറ്റവരെ എത്തിച്ചു. അപകടത്തിന്റെ കാരണം എന്താണെന്ന് അന്വേഷണ റിപ്പോർട്ട് വന്നു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ അപകടം പൈലറ്റിന്റെ പിഴവെന്ന കണ്ടെത്തലായിരുന്നു. വൈപ്പർ തകരാറിലായിരുന്നിട്ടും ഓട്ടോ പൈലറ്റ് രീതിയിൽ ഇറക്കുന്നതിനു പകരം സ്വന്തം നിയന്ത്രണത്തിൽ വിമാനമിറക്കാൻ ശ്രമിച്ചു. സഹ പൈലറ്റ് നൽകിയ നിർദ്ദേശങ്ങളെല്ലാം ലംഘിച്ചു. കരിപ്പൂരിലെ ലാൻഡിംഗ് ദുഷ്കരമെന്ന് തിരിച്ചറിഞ്ഞിട്ടും കൊച്ചി, കോയമ്പത്തൂർ തുടങ്ങി മറ്റ് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കാത്തതും പിഴവായി റിപ്പോർട്ടിൽ കണ്ടെത്തി. വിമാനം ഏതു സമയം പൊട്ടിത്തെറിക്കാമെന്ന മുന്നറിയിപ്പ് ഉണ്ടായിരുന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ ഒരു നാട് ഒന്നിച്ചു നടത്തിയ രക്ഷാപ്രവർത്തനമായിരുന്നു പിന്നീട് കണ്ടത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.